ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രോഗ്രാം കൺട്രോളിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. C++ൽ നമുക്ക് പഠിക്കാനുള്ള ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പ്രോഗ്രാം കൺട്രോളിനെ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഈ റീഡയറക്ഷൻ സാധ്യമാവുന്നത് ഗോ ടു എന്ന കീവേഡിൻ്റെയും അതുപോലെ ലാബൽ എന്ന ഐഡൻറ്റിഫയറിൻ്റെയും സഹായത്തോടു കൂടിയാണ്. പ്രോഗ്രാമിൽ എവിടെയും ലാബലുകൾ ക്രിയേറ്റ് ചെയ്യാം. ഒന്നോ അതിലധികമോ ലാബലുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ലാബൽ ഒരു ഐഡൻറ്റിഫയറാണ്. യൂസർക്ക് താൽപ്പര്യമുള്ള പേര് ലാബലിന് നൽകാവുന്നതാണ്. ഓരോ ലാബലിനെയും തിരിച്ചറിയുന്നതിന് വേണ്ടി, കമ്പൈലറിന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേറ്ററാണ് കോളൻ. അപ്പോൾ ലാബലിന് ശേഷം നിർബന്ധമായും കോളൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കമ്പൈലറിന് അത് ലാബലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ പ്രോഗ്രാമിനകത്ത് ഞാനൊരു ലാബൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലാബലിൻ്റെ പേര് സ്റ്റാർട്ട് എന്നാണ്. ഇത് ലാബലാണെന്ന് കമ്പൈലർ മനസ്സിലാക്കുന്നത് ഈ ലാബൽ നെയിമിന് ശേഷം നിങ്ങൾക്ക് ഒരു കോളൻ ഓപ്പറേറ്റർ കാണാം. ഇനി പ്രോഗ്രാമിൻ്റെ മറ്റൊരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഗോ ടു സ്റ്റാർട്ട്. ഇതിൻ്റെ അർത്ഥം പോകുക. എവിടേക്ക്? സ്റ്റാർട്ടിലേക്ക്. അപ്പോൾ കമ്പൈലർ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ലാബൽ പ്രോഗ്രാമിൽ എവിടെയോ എഴുതിയിട്ടുണ്ട്. എവിടെയാണോ സ്റ്റാർട്ട് ലാബൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അവിടേക്ക് പോവുക. അപ്പോൾ പ്രോഗ്രാം കൺട്രോൾ ഇവിടെ നിന്നും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. ഈ രീതിയിൽ എത്ര ലാബലുകൾ വേണമെങ്കിലും പ്രോഗ്രാമിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഈ ലാബലുകളിലേക്ക് ഗോ ടു കീവേഡിൻ്റെ സഹായത്തോടു കൂടി റീഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്തും അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾക്കകത്തുമാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ സ്വിച്ചിന് പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾക്കകത്താണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിന് പുറത്തേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ലൂപ്പിനകത്താണെങ്കിൽ ലൂപ്പിനകത്തുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുടെ എക്സിക്യൂഷൻ എല്ലാം നിർത്തിവെക്കുന്നു. പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിന് പുറത്തേക്ക് പോകുന്നു. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളിലാണ്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പുകളിലാണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ എക്സിക്യൂഷനിൽ നിന്നും ഒഴിവാക്കിയതിന് ശേഷം പ്രോഗ്രാം കൺട്രോൾ തിരിച്ച് വീണ്ടും ലൂപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. അതായത് ലൂപ്പിന് പുറത്തേക്ക് പോകുന്നില്ല. പകരം കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടോ ആ സ്റ്റേറ്റ്മെൻറ്റുകളെ എല്ലാം തന്നെ എക്സിക്യൂഷനിൽ നിന്നും ഒഴിവാക്കിയതിന് ശേഷം പ്രോഗ്രാം കൺട്രോൾ വീണ്ടും ലൂപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു.